ഹായ്, ഇസ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് എടുത്തിങ് ഹാപ്പർ ലൈവ് വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. കാട്ടു ചെമ്പകം പൂത്തില്ലേ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു പുതിയ മലയാളം സിനിമാ സോങ് ഇങ്ങനെ മനസ്സിൽ കൂടെ കിടന്ന് കളിക്കുന്നതെന്ന് പറയാം. കാരണം മനസ്സിൽ കൂടി ഇങ്ങനെ ഓടി നടക്കുന്നു, നാവിൻ തുമ്പത്തിങ്ങനെ വിളയാടി നടക്കുന്നതെന്ന് പറയാം. കാട്ടു ചെമ്പകം, അതായത് ടൊവിനോ തോമസിൻ്റെ ഏറ്റവും പുതിയ ചിത്രം പള്ളിച്ചാട്ടമ്പിയുടെ ആ ഒരു സോങ്. മലയാളത്തിന് അനിരുദ്ധ് എന്ന് വിശേഷിപ്പിക്കാം ഇദ്ദേഹത്തെ. ജാക്സ് ബിജോയ് അദ്ദേഹത്തിനെ മനോഹരമായ ഒരു അടുത്തൊരു സൃഷ്ടി എന്ന് പറയാം. കാട്ടിയമ്പകം. ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് കൈതപ്രമാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം 2.1 മില്യൺ വ്യൂസും കിടന്ന ആ പാട്ട് യൂട്യൂബിൽ മലയാളം വെർഷൻ മാത്രം കുതിക്കുകയാണ്. അതോടൊപ്പം തമിഴ് വെർഷനും നല്ല വ്യൂസ് വന്നിട്ടുണ്ട്. ഏകദേശം 1,60,000-ലധികം വ്യൂസ് തമിഴ് വേർഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഏറ്റെടുത്തൊരു പാട്ടായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. കാരണം ടൊവിനോ തോമസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം മിന്നൽവള ഉണ്ടാക്കിയ ഓളം എന്ന് നമുക്കറിയാം, നരിവേട്ടിലെ മിന്നൽവള. അപ്പോൾ അതിനുശേഷം വീണ്ടും അടുത്തൊരു സംഭവമായിട്ട് വന്നിരിക്കുകയാണെന്ന് പറയാം. കുറേ ഇൻസ്റ്റാഗ്രാം റീൽസിലും കാര്യങ്ങളിലും ഒക്കെ ഈ പാട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആണെന്ന് പറയാം. പുതിയ എന്താ പറയുന്നത്, ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വളരെ കുറേ ഇങ്ങനെ ഈ ഒരു പാട്ടിങ്ങനെ കണ്ടു. ഏതായാലും മിന്നൽവാള നല്ല രീതിയിൽ ഇൻസ്റ്റാഗ്രാം ഭരിച്ചതാണ്. അതിനുശേഷം ഇതാ ടൊവിനോയുടെ അടുത്ത മാജിക് എന്ന് പറയാം ഈ ഒരു പള്ളിച്ചട്ടമ്പിയിലെ ഈ ഒരു സോങ്. ഇതിനെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഷെരീഫാണ്. അതായത് ഒരു പള്ളി, ഒരു ബസ്, പിന്നെ ആ ഒരു വില്ലേജിലെ കുറേ സീനുകൾ, മഴയ കാര്യങ്ങൾ, പിന്നെ ഇവരുടെ റൊമാൻസ് കാര്യങ്ങളൊക്കെയാണ് പാട്ടിൽ. സിമ്പിളൊരു സോങ്ങാണ്. കേരളത്തിൻ്റെ ആ ഒരു ഗ്രാമീണ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടൊരു സിമ്പിളൊരു സോങ് വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതിന് സംവിധാനം ചെയ്തിരിക്കുന്ന ഡിജോ ജോസ് ആൻ്റണിയാണ് സിനിമയുടെ സംവിധായകൻ. വിശാലും വേറൊരു കുട്ടിയും കൂടെ ചേർന്നാണ് ഈ പാട്ട്, വിശാലും ആവണിയും ചേർന്നാണ് ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത്, പള്ളിച്ചട്ടമ്പി. ഏതായാലും വളരെ നല്ലൊരു സോങ്ങാണ് മലയാളത്തിന് വീണ്ടും കിട്ടിയിരിക്കുന്നതെന്ന് പറയാം. ടൊവിനോയും കൈഡുവും അവരുടെ നല്ല രീതിയിൽ ഈ ഒരു പാട്ടിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഏതായാലും ടൊവിനോ അടുത്തൊരു സൂപ്പർ സോങ്. ടൊവിനോയെ സംബന്ധിച്ചിടത്തോളം വർഷാവർഷം ഒരു നല്ല പാട്ടുകൾ ഇങ്ങനെ തരുന്നുണ്ട്. മിന്നൽവള ആയിക്കോട്ടെ, അതിന് മുമ്പ് ഇറങ്ങിയ ARMലെ പാട്ടായിക്കോട്ടെ, അതിന് മുമ്പുള്ള ജീവാംശമായി, ഹിമമഴയായി, അങ്ങനെ എല്ലാ വർഷവും അത് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് വലിയ ഹിറ്റായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണ്ട് ലാലേട്ടനും ദിലീപേട്ടനും ഒക്കെ സംഭവിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഇങ്ങനെ നല്ല സോങ്സൊക്കെ. അതിനുശേഷം ഇപ്പോൾ ടൊവിനോയ്ക്കാണെന്ന് തോന്നുന്നു നല്ല സോങ്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ഒരു ആക്ടേഴ്സിൽ. ഏതായാലും പാട്ടുകളെന്ന് പറയുന്നത് പെട്ടെന്ന് സിനിമയെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. പാട്ട് ഹിറ്റായാൽ തന്നെ ആ പടത്തിൻ്റെ പകുതി പ്രൊമോഷൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പള്ളിച്ചട്ടമ്പി ഏപ്രിൽ റിലീസെന്ന് തോന്നുന്നു. ഈസ്റ്റർ വിഷു റിലീസാണെന്നാണ് തോന്നുന്നത്, അറിയില്ല. അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. ഏതായാലും നല്ലൊരു പാട്ട് മിന്നൽവളയ്ക്ക് ശേഷം വീണ്ടും ടൊവിനോ തന്നിരിക്കുകയാണ്. ജാക്സ് ബിജോയുടെ ആ ഒരു മാജിക്ക് വീണ്ടും. ജാക്സ് ബിജോയെക്കുറിച്ച് പറയുമ്പോൾ ഇനി കലീബയ്ക്കൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ ഒരു ബീജിയമൊക്കെ ഇങ്ങനെ മനസ്സിനിങ്ങനെ പിടിച്ച് കുലുക്കുകയാണെന്ന് പറയാം. ഏതായാലും ജാക്സ് ബിജോയുടെ, ടൊവിനോയുടെ, കൈതപ്രത്തിൻ്റെ എല്ലാവരുടെയും കൂട്ടുകെട്ടിൽ അടുത്തൊരു സംഭവം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.